അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിസ്ഡം എന്ന് പറയുന്ന ഇന്ന് നമുക്കിടയിൽ ഉണ്ടായ ഒരു സംഘടന തങ്ങളുടെ വാദങ്ങൾക്ക് നിലനിൽക്കാൻ, അതിൽ ആളുകളോട് തുറന്നു പറയാൻ മാത്രം ഒരു തെളിവ് തങ്ങളുടെ പക്കലില്ല എന്ന് തിരിച്ചറിഞ്ഞ അവർ കേരള നദൂത്തുൽ മുജാഹിദീനെയും അതുപോലെ തന്നെ KJU എന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടനയെയും ഇല്ലാതെയാക്കാനും അതുപോലെ തന്നെ അവരുടെ മുഖത്ത് കരിവാരി തേക്കാനും വേണ്ടി പരിശ്രമിക്കുകയാണ്. അതിന് എന്ത് കുതന്ത്രങ്ങൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ നേരും നെറിയും എന്നുള്ള വിഷയം, ആ വിഷയത്തിൽ ഇവർ പരിഗണിക്കുന്നേയില്ല. എന്ത് കുതന്ത്രങ്ങളും അവർ പ്രയോഗിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ് KJUവിൻ്റെയും KNMൻ്റെയും മുമ്പിൽ തങ്ങൾക്ക് തങ്ങളുടെ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്താൻ ആകെയുള്ള വഴി എന്ന് തിരിച്ചറിഞ്ഞവർ അത് ഏറ്റവും മേൽത്തട്ട് മുതൽ താഴേക്കിടയിലുള്ള പ്രവർത്തകർ വരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കുക, വേറൊന്നുമല്ല. നോക്കൂ നിങ്ങൾ, വിശ്വത്തിൻ്റെ ഒരു ഉന്നത പണ്ഡിതനായ, പണ്ഡിത സഭയിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ നോമ്പും പെരുന്നാളും ഉറപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെയാണ് ആ സംഘടന വിശ്വസിച്ചേൽപ്പിച്ചത്. ആ മനുഷ്യൻ ഈ പ്രൂഫ് പോയിന്റ് എന്ന് പറഞ്ഞ വട്ടമേശ ഉണ്ടല്ലോ, അതിന് ചുറ്റും വന്നിരുന്നിട്ട് പറയുന്ന പൊള്ളത്തരങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കൽ, നിങ്ങളൊന്ന് ഈ മനുഷ്യൻ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്ക് നോക്കൂ. കേരള നദൂത്തുൽ മുജാഹിദീനും KJU ഒക്കെ ജിന്ന് വഴി കൂടെ മുഴുവനും ഉണ്ടാകും, അതുപോലെ തന്നെ മരത്തിൽ തൂങ്ങിക്കിടക്കുമെന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. നമ്മളും കൂടെ പറയാത്തതൊക്കെ കുറേ കടന്നു പറഞ്ഞ ആൾക്കാരാണ് അവർ എന്ന് പറഞ്ഞിട്ട് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആ പരിശ്രമം നിങ്ങളൊന്ന് കേട്ടു നോക്കും. ഈ ഇതിനേക്കാളൊക്കെ ഇത്ര നമ്മളൊന്നും പറയാത്ത കുറേ രൂപത്തിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പിശാച് ബാധ പറഞ്ഞിട്ട് കുറച്ചും കൂടി അധികം പറയുന്നുണ്ട്. നമ്മളൊന്നും ഈ രൂപത്തിൽ അത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഷെയ്ഖ് റബീൻ്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം. അതെന്താണോ, എന്താ ചോദിച്ചാൽ, പിശാച് ബാധിച്ചിട്ട് മനുഷ്യന്മാർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? അസുഖം ബാധിച്ചിട്ട് പിശാച് ബാധിച്ചതാണ്. അതിങ്ങനെയാണ് അതിലുള്ള വാചകം. പിന്നെ ഷെയ്ഖ് അബ്ദുൽ ഖറാവി ഞങ്ങളുടെ പ്രദേശത്ത് വന്നു. അന്ന് ധാരാളം പേർ വിരിപ്പുകളിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ രോഗികളായിരുന്നു. എന്തായിരുന്നെന്ന രോഗം? ജിന്ന് ബാധ. അപ്പോൾ ജിന്ന് ബാധിച്ചിട്ട് എഴുന്നേൽക്കാൻ കഴിയണില്ല. അതുപോലുള്ളതും രാത്രിയിൽ പുറത്തിറങ്ങിയാൽ വഴിയിലും മരങ്ങളിലും അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു. അങ്ങനെ ചോദിക്കലുണ്ട്, ജിന്നിനെ കാണലുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെറുതെ ഒരു കണ്ടിട്ടുണ്ട് എന്നുള്ള ഇവരാണ് എഴുതുന്നത്. ജിന്ന് നടക്കുമ്പോൾ വഴിയിലും ജിന്ന്, മരത്തുമ്മലും ജിന്ന്, ഈ രൂപത്തിൽ അവരെ പിശാച് കീഴടക്കിയിരുന്നു. ഇതിൽ എഴുതിയപ്പോൾ 58ാമത്തെ പേജിലാണ്. എവിടെ കാണുന്ന വഴിയിലും ജിന്ന്, മരത്തുമ്മലും ജിന്നിനെ കാണുക. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാണുകൊണ്ട് ചട്ടയിലും കൊടുത്തിട്ട് തന്നെ ഇതേ കാര്യം ഈ ബുക്കിൻ്റെ ചട്ടം വളരെ പ്രധാനപ്പെട്ട ഇതായതുകൊണ്ടല്ലേ ഇത് കൊടുക്കുക. അപ്പോൾ അതിൽ തന്നെ ഷെയ്ഖ് അബ്ദുൽ ഖറാവിയെ പോലെയുള്ള പ്രബോധകർ സ്വീകരിച്ച രീതി നിങ്ങൾ സ്വീകരിക്കുക. അത് ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ ജനങ്ങൾ അധികവും ജിന്നുബാധ പോലുള്ള കാരണം വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. രാത്രി പുറത്തിറങ്ങിയാൽ വഴികളിലും മരങ്ങളിലും ജിന്നുകളെ കണ്ടുമുട്ടുമായിരുന്നു അത്രമാത്രം പിശാച് അവരെ കീഴ്പ്പെടുത്തിയിരുന്നു. അപ്പോൾ പിശാച് ബാധയുമായി ബന്ധപ്പെട്ട വിഷയം എത്ര അതിര് കവിഞ്ഞിട്ടാണ് അവരിവിടെ സംസാരിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും പറയാത്ത രൂപത്തിൽ, അതുവരെ ഇന്നുവരെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലാത്ത രൂപത്തിൽ ആണ് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് റബീഉൽ ഹാദി അൽ മദ്ഖലി തൻ്റെ അടുത്തേക്ക് ഈ റുഖിയ ശറഈയുടെ ഹുക്മുമായി ചോദിച്ചു വന്ന ഫത്വ ചോദിച്ചു വന്ന ഒരു മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലുള്ള ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, അത് അദ്ദേഹം പറയുന്നത് അതിൻ്റെ അതുപോലെ നമ്മൾ ഈ പുസ്തകത്തിൽ എടുത്തു കൊടുത്തു. അത് KNMും KJUവും പറയുന്നതായിട്ട് വരുത്തി തീർത്തിട്ടാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മൾ പറയുന്നത് നമ്മളും കൂടെ അത്ര അധികം പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടാലേ, അതിനേക്കാളും കടന്ന് കൂട്ടി പറഞ്ഞവർ, നമ്മൾ പറഞ്ഞതൊന്നും വിട്ട് കടന്നിട്ടാണ് ഇവരൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇവർ നടത്തിയ ഈ സാജിദ് തിരൂരങ്ങാടി എന്ന് പറയുന്ന ഇവർ കൊണ്ടു നടന്ന, ഇവർ റാഖിമാരുടെ അമീറായി നിശ്ചയിച്ച ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഇവരുടെ ചെകിട തടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി KNMൻ്റെയും KJUവിൻ്റെയും പേരിൽ കുതിര കയറാൻ വേണ്ടി പരിശ്രമിച്ചു വന്നൊക്കെ അവർ. എന്നിട്ട് നമ്മളും പറയാത്തത് അവർ പറഞ്ഞ് എത്ര വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ്. നോക്കൂ നിങ്ങൾ, ഈ ജിന്ന് പിശാച് റുഖിയ ശറഈയ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ 58ാമത്തെ പേജിൽ ഉള്ള ഒരു വിഷയമാണ്. അത് ഷെയ്ഖ് റബീഉൽ ഹാദി അൽ മദ്ഖലി
അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇങ്ങനെ ശൈത്താനുണ്ട്, പ്രശ്നമാണ്, ജിന്നു കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വല്ലാതെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖർആവി അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എത്തി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എത്തിയപ്പോൾ ആളുകളൊക്കെ അദ്ദേഹത്തോട് പരാതിപ്പെട്ടു. ആ പരാതിപ്പെട്ട സമയത്ത് അദ്ദേഹം എന്താ ചെയ്തത് എന്ന വിഷയം ഷെയ്ഖ് റബീഅ പറയാൻ, ആ ഷെയ്ഖ് റബീ ഹാദി അൽ മദ്ഖലി പറഞ്ഞ അതേ കാര്യം അതിൻ്റെ മലയാള അർത്ഥം ഇവിടെ എടുത്തു കൊടുത്തതിനെ KNMകാരും KJയുമാണ് ഇത് പറഞ്ഞത്, ഇവരാണിത് പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം തരംതാണു പോയല്ലോ ഈ മനുഷ്യൻ എന്നാണ് സങ്കടത്തോടു കൂടെ പറയാനുള്ളത്. കാരണം ഇതൊക്കെ വലിയ പണ്ഡിതനാണ് നമ്മൾക്ക് വിചാരിച്ചിരുന്നത്. ഒരു പണ്ഡിതന് ചോദിച്ച പരിപാടിയാണ് അദ്ദേഹം നടത്തിയത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം ആ വായിച്ചതിൻ്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വായിക്കുകയാണ്, ജിന്നുബാധ അതുപോലുള്ളതും രാത്രി പുറത്തിറങ്ങിയാൽ വഴിയിലും മരങ്ങളിലും അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു, അപ്രകാരം പിശാച് അവരെ കീഴടക്കിയിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ് അജ്ഞരായ ജനത, അവർക്ക് തൗഹീദ് അറിയില്ലായിരുന്നു. ഷെയ്ഖ് റബീഅ പറയാൻ, ഇദ്ദേഹം വായിച്ചതിൻ്റെ അത് ആ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് ഉടനെ തന്നെ അദ്ദേഹം പറയാണ് അജ്ഞരായ ജനത, അവർക്ക് തൗഹീദ് അറിയില്ലായിരുന്നു. അദ്ദേഹം അബ്ദുള്ള അൽ ഖർആവി അദ്ദേഹം വന്നു, അവരിൽ തൗഹീദ് പ്രചരിപ്പിച്ചു. മന്ത്രവും മറ്റെന്തെങ്കിലുമോ ആയിരുന്നില്ല അദ്ദേഹം പ്രചരിപ്പിച്ചത്. ഇവിടെ വിസ്തംകാരൻ എന്താ ചെയ്തത്? തൗഹീദുള്ള ഒരു ജനതയ്ക്കിടയിൽ അവർ മന്ത്രം പ്രചരിപ്പിച്ചു. എന്നിട്ട് മന്ത്രവാദികൾ ഉണ്ടാക്കി, റാക്കിമാരുണ്ടാക്കി. ആ റാക്കിമാർക്ക് അമീർമാർ നിശ്ചയിച്ചു. എന്നിട്ട് ഈ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളില്ലാത്ത പല കിതാബുകളും അവിടെ നിന്നും ഇവിടുന്നും പലതും കൊണ്ടുവന്നിട്ട് അത് ജനങ്ങളോട് ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഈ റാക്കിമാരെ വലിയെന്തോ സംഭവമാക്കി കൊണ്ടു നടന്ന ആൾക്കാരാണ് ഇവർ. എന്നാൽ അതല്ല ഷെയ്ഖ് റബീഅ പറയുന്നത്. KNM ഷെയ്ഖ് റബീഅനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ആ വിഷയമല്ല. നോക്കൂ നിങ്ങൾ, KJU അവരുടെ ഈ നമ്മുടെ പുസ്തകത്തിൽ KJUവിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഷെയ്ഖ് ഖർആവി വന്നിട്ട് എന്താ ചെയ്തത്? കേരള നദൂത്തുൽ മുജാഹിദീൻ കേരളത്തിൽ എന്താണോ ചെയ്തത് അതേ പണി. എന്ത്? തൗഹീദ് പ്രചരിപ്പിച്ചു. മന്ത്രവും മറ്റെന്തെങ്കിലുമോ ആയിരുന്നില്ല. അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. എന്തേ? തൗഹീദ് പ്രചരിപ്പിച്ചോ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. തൗഹീദും വിജ്ഞാനവും പ്രചരിച്ചപ്പോൾ അതെല്ലാം അവസാനിച്ചു. വീണ്ടും ഷെയ്ഖ് റബീഅ പറയാണ്, തൗഹീദും വിജ്ഞാനവും പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ നീങ്ങിപ്പോകും. ഇത് ഷെയ്ഖ് റബീഅന്റെ വാക്കാണ്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്തത്. എന്നിട്ട് ഈ ഷെയ്ഖ് റബീഅനെ ഉദ്ധരിച്ചുകൊണ്ട് KJയുവിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അതെന്താ? തൊട്ടടുത്ത പേജിൽ ഷെയ്ഖ് റബീഅന്റെ ഉദ്ധരണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം 59ാമത്തെ പേജിൽ പറയാണ്, ഇത്തരം വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം കാലാകാലങ്ങളായി സ്വീകരിച്ചു വരുന്ന നിലപാട് തന്നെയാണ് ശരിയെന്ന് ഈ വീക്ഷണങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇതിനെതിരെ ആര് രംഗത്ത് വന്നാലും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അതിനെ എതിർക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് ഈ പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്ന് തൗഹീദും സുന്നത്തും പ്രചരിപ്പിക്കലാണ്. അതല്ലാതെ മന്ത്രവാദത്തിന് വേണ്ടി പള്ളിച്ചെരുവുകൾ അന്വേഷിക്കലല്ല, മന്ത്രവാദത്തിന് വേണ്ടി ഏതെങ്കിലും ആളുകളെ വീട്ടിൽ കേന്ദ്രീകരിച്ച് പരിപാടി നടത്തലല്ല, മന്ത്രവാദത്തിന് വേണ്ടി പ്രത്യേകം ക്ലിനിക്കുകൾ തുറക്കലല്ല, മറിച്ച് തൗഹീദും സുന്നത്തും പ്രചരിപ്പിക്കണോ എന്നാണ് KJU പറഞ്ഞത്. അത് ഇവർക്ക് സഹിച്ചില്ല. ഇവരെന്ത് ചെയ്തു? ഇവർ റാക്കിമാരെ ഉണ്ടാക്കി. ഇവർ റാക്കിമാർക്ക് പ്രചോദനം കൊടുത്തു, അതിനാവശ്യമായ കണ്ടൻ്റൊക്കെ കൊടുത്തു. ഓരോ ജിന്നിൻ്റെയും ഓരോ സ്വഭാവത്തിനനുസരിച്ച് ഇന്ന ആയത്തുകൾ ഓതണമെന്ന് പറഞ്ഞു. എന്നിട്ട് കശ്ഫ് നോക്കാൻ തുടങ്ങി. പച്ചയായ ജ്യോത്സ്യം, കുഫർ, ഷിർക്ക് ഇത് ഇവർ കൊണ്ടു നടന്നപ്പോൾ ഇവർക്കെതിരെ KNMന്റെ പ്രബോധകർ നന്നായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഇവരുടെ ഈ കുഫറും ഷിർക്കും അടങ്ങുന്ന വാദങ്ങളെയും ഇവരുടെ അടിസ്ഥാനങ്ങളെയും തല്ലി തകർക്കാൻ തുടങ്ങി. നിൽക്കക്കളില്ലാതെ ഇവർ ഉഴലുമ്പോൾ ഈ KNMന്റെ പേരിലും KJന്റെ പേരിലും ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക, എന്തെങ്കിലും കിട്ടുമോ നോക്കുക എന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിച്ചാൽ സമ്മതിക്കൂല. അബൂബക്കർ സലഫി നിങ്ങളെപ്പോലുള്ള ഈ വൃത്തികെട്ട വിശ്വാസത്തെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരെ വെറുതെ വിടാൻ KNMകാരോ KJയുവിൻ്റെ പണ്ഡിതന്മാരോ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ നെറികെട്ട പരിപാടി അവസാനിപ്പിച്ചിട്ട് സത്യസന്ധമായി കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുക എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഷെയ്ഖ് റബീഅ പറഞ്ഞ ഒരു വാക്കുകൂടെ ഉണ്ട്. അതുകൂടെ അബൂബക്കർ സലഫിയുടെ നെറ്റിത്തടത്തിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി സ്റ്റിക്കറായി നൽകുകയാണ്. എന്താണെന്നറിയോ? നീ കൃത്രിമം കെട്ടിച്ചമക്കരുത്, ആത്മാർത്ഥത കാണിക്കണം. വർത്താനത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖുലിൽ ഹഖ് വലൗ കാന മുറാ, ഖുലിൽ ഹഖ്,
വലൗഖാന മുറൻ എന്ന് അബൂബക്കർ സലഫിയോടും ഒപ്പം ഇരുന്ന ആൾക്കാരില്ലേ അവരോടും കൂടെ പറയാൻ. അള്ളാഹു നിങ്ങൾക്കൊക്കെ ഹിദായത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.